പാലക്കാട് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ വിരണ്ടോടിയ ആനയുടെ പുറത്തുണ്ടായിരുന്ന ആളുകളെ താഴെയിറക്കി. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് യുവാക്കളെ താഴെയിറക്കുകയായിരുന്നു. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പാപ്പാന് പരിക്കേറ്റു. മറ്റു പാപ്പാനെ എത്തിച്ച ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്. സമീപത്തെ ഒരു വീടിനടുത്താണ് ആന നിന്നിരുന്നത്. ആനയുടെ പുറത്തുണ്ടായിരുന്ന യുവാക്കളെ എങ്ങനെ താഴെയിറക്കി? സ്മൃതി, അല്പസമയം മുമ്പ് വിരണ്ട ഓടിയ ഈ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ആനയുടെ പുറത്തുണ്ടായിരുന്ന യുവാക്കളെ താഴേക്ക് ഇറക്കിയത് എലിഫന്റ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോക്ടർമാരും ആനയുടെ മുൻപ് ആനയെ നോക്കിയിരുന്ന ഒരു പാപ്പാനായിട്ടുള്ള ചന്ദ്രനെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയാണ് ആനയ്ക്ക് മുകളിലുണ്ടായിരുന്ന 3 യുവാക്കളെയും സുരക്ഷിതമായി താഴേക്ക് ഇറക്കിയത്. ആനയ്ക്ക് നിലവിൽ യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ആന എഴുന്നള്ളത്തിൽ നടന്നു വരുന്നതിനിടയിൽ ആരോ പ്രദേശവാസി ഒരു പുല്ല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് പാപ്പാൻ തടയുന്നു. പിന്നാലെ ആന പെട്ടെന്ന് പരിഭ്രാന്തിയിൽ വിരണ്ട് ഓടുകയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടിന്റെ പരിസരത്തേക്കാണ്, അല്ലെങ്കിൽ വീട്ടിന്റെ പറമ്പിലേക്കാണ് ആന പ്രവേശിച്ചത്. ഏതായാലും പിന്നീട് ആ ആനയ്ക്ക് മുകളിലുണ്ടായിരുന്ന എഴുന്നള്ളത്തിന്റെ ഭാഗമായി മുകളിലുണ്ടായിരുന്ന 3 യുവാക്കൾ ആനയ്ക്ക് മുകളിൽ തന്നെ അകപ്പെട്ടു പോവുകയായിരുന്നു. ആനയുടെ പാപ്പാന് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ ആനയെ അനുനയിപ്പിക്കാനോ ഈ യുവാക്കളെ താഴേക്ക് ഇറക്കാനോ സാധിച്ചില്ല. ഏതായാലും പിന്നീട് ആനയെ മുൻപ് പരിചരിച്ചിരുന്ന പാപ്പാനെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ചന്ദ്രൻ എന്ന് പറയുന്ന പാപ്പാനായിരുന്നു. അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കുന്നു, ആനയെ അനുനയിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് 3 യുവാക്കളെ ഓരോരുത്തരായി താഴേക്ക് ഇറക്കുകയായിരുന്നു. ഏതായാലും ആശ്വാസകരമായിട്ടുള്ള വിവരമാണ്. 10 മണിയോടുകൂടിയാണ് ഈ ആന വിരണ്ട ഓടുന്നത്. ഏകദേശം 2 മണിക്കൂറോളം പരിഭ്രാന്തി ഉണ്ടാക്കി. 3 യുവാക്കളുടെ ജീവൻ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസും എലിഫന്റ് സ്ക്വാഡും ഇവിടെ എത്തിയ മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഒരു ഇടപെടൽ നടപടി ഉണ്ടായി. എത്രയും പെട്ടെന്ന് ആനയുടെ പഴയ പാപ്പാനായിട്ടുള്ള ചന്ദ്രനെ ഈ മേഖലയിലേക്ക് എത്തിച്ച് പിന്നീട് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ആനയെ അനുനയിപ്പിച്ച് ഈ 3 യുവാക്കളെയും താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആനയെ ആ മേഖലയിൽ തന്നെ, ആ വീടിന്റെ പറമ്പിൽ തന്നെ ആനയെ ഇപ്പോഴും തളച്ച് നിർത്തിയിരിക്കുകയാണ്. ആനയ്ക്ക് മതപ്പാടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആന പെട്ടെന്ന് ഈ പുല്ല് കൊടുക്കാൻ ഒരു പ്രദേശവാസി വരുന്നു. അത് പാപ്പാൻ തടഞ്ഞതോടുകൂടി ആന പരിഭ്രാന്തിയിലാണ് ഇത്തരത്തിൽ വിരണ്ട് ഓടിയത് എന്നുള്ളതാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും എല്ലാം പറയുന്നത്. നിലവിൽ ആന ആ മേഖലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. കുന്നത്തൂർമേട്, അതായത് കുന്നത്തൂർമേടിലെ ഈ ബാലമുരളി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായുള്ള എഴുന്നള്ളത്തിന് വേണ്ടി 9 ആനകളെയാണ് എത്തിച്ചത്. അതിൽ ഒരു ആനയാണ് ഈ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ. ഈ ആന ഈ കൽമണ്ടം ഭാഗത്തു നിന്ന് കുന്നത്തൂർമേട് മേഖലയിലേക്ക് നടന്ന് പോകുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ എഴുന്നള്ളത്തിന്റെ ഭാഗമായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് പരിഭ്രാന്തിയിൽ വിരണ്ട ഓടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആശ്വാസകരമായിട്ടുള്ള വിവരം, 2 മണിക്കൂർ എടുത്താണെങ്കിൽ പോലും ആനയുടെ മുകളിൽ ഉണ്ടായിരുന്ന യുവാക്കളെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ പരിക്കുകളോ ഒന്നുമില്ലാതെ താഴേക്ക് ഇറക്കാൻ സാധിച്ചു. നിങ്ങളായിരുന്നു മുകളിലുണ്ടായിരുന്നത്? ഏതായാലും ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോഴും ആന, അതായത് ഈ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ എന്ന് പറയുന്ന ആന ഇപ്പോഴും ആ മേഖലയിലുണ്ട്. ആനയെ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ പരിചരിക്കുന്നുണ്ട്. അതിനുശേഷം പാപ്പാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. മറ്റ് ആനകളുടെ പാപ്പാന്മാരുൾപ്പെടെ ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുകയും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ അപകടങ്ങളോ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ദൃശ്യങ്ങളിൽ നിന്നും ആന കാലുപൊക്കി കൊടുക്കുന്നുണ്ട് യുവാക്കൾക്ക് ഇറങ്ങാൻ. യുവാക്കളോട് ദ്രോഹം കാണിച്ചിട്ടില്ല ആന, അവരെ ഇറങ്ങാൻ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും സ്മൃതി, അതായത് കൃത്യമായി ആ പഴയ പാപ്പാൻ എത്തുന്നു. ആ പാപ്പാൻ എത്തി ആനയെ അനുനയിപ്പിച്ച് അതിനുശേഷം ആന കൃത്യമായി തന്നെ ആ യുവാക്കൾക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി കാല് പൊക്കി നൽകുന്നു. പിൻവശത്തെ കാല് പൊക്കി നൽകുന്നു. ആ വശത്തോടുകൂടി ആ 3 യുവാക്കളും പെട്ടെന്ന് തന്നെ പാപ്പാന്മാർ നൽകിയ നിർദ്ദേശപ്രകാരം താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ആന വിരണ്ട ഓടുന്നതിനിടയിൽ വീണ് ആനയുടെ പാപ്പാന് പരിക്ക് പറ്റി എന്നതൊഴിച്ചാൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഒരു നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മേഖലയിൽ. ആളുകൾക്ക് എന്തായാലും ആനപ്പുറത്ത് നിന്ന് ഇറങ്ങാനായിട്ടുണ്ട്.